ഇന്ന് ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി ഇൻറ്റേൺഷിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങി. വഴിയൊന്നും അറിയത്തില്ല, എന്നാലും ഒരു ഊഹത്തിന് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെടാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് വഴിയൊക്കെ തെറ്റിയിട്ടോ, നമുക്ക് ഏത് ബസ് സ്റ്റോപ്പാണ്, എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെയാണ് ചെല്ലേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ വിളിച്ചും പറഞ്ഞും ഒക്കെ ചോദിച്ച് നമ്മളൊരു ബസ് സ്റ്റോപ്പ് എത്തി. ചിന്നക്കട ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടുന്ന് ചവറ ബസ് കയറിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നമുക്ക് ഇൻറ്റേൺഷിപ്പ് IIIC ചവറയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാലവും കടലും മലയും പുഴയൊക്കെ കടന്ന് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പഞ്ച്വാലിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ 9 മണിയുടെ ക്ലാസ്സിന് 9:30 അടുപ്പിച്ച് എല്ലാവരും എത്തിയിട്ടോ. പിന്നെ നമ്മൾ നേരെ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് അവിടെ ചെന്ന് നമ്മൾ സൈനൊക്കെ ചെയ്ത് കൊടുത്ത് അവിടെ നമ്മൾ എന്താ പറയുക, അവിടുത്തെ സ്റ്റുഡൻ്റായി ഒരു 5 ദിവസത്തെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ലാബ് സെറ്റപ്പ് പോലത്തെ സംഭവമില്ല, അത് തന്നെ. അവിടെ നമ്മളൊരു സ്റ്റാഡിൻ്റെ ഒരു കോഴ്സ് ചെയ്യാനാണ് പോയത്. അവിടെ ചെന്നിട്ട് നമ്മൾ അവരുടെ സ്റ്റുഡൻസ് ചെയ്ത വർക്കൊക്കെ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എന്തോ അതിൻ്റെയൊക്കെ ബേസിക്സ് ഒക്കെ കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കിന് സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ചുറ്റിക്കറങ്ങി നടക്കും. അപ്പോൾ പുതിയൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ചുറ്റിക്കറങ്ങി അവിടുത്തെ മെസ്സൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കുറച്ച് ചുറ്റിക്കറങ്ങലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊരു ലൂപ്പ് കണക്കാണ് കേട്ടോ, എവിടെ തിരിഞ്ഞാലും ഒരേപോലെ തന്നെ ഇരിക്കും ഈ ബിൽഡിങ്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വഴിയൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് ക്ലാസ്സിലെത്തി. പിന്നെ നമ്മളൊരു ബീം വരയ്ക്കാനാണ് ഫസ്റ്റ് പഠിച്ചത്. ബീം വരയ്ക്കാനും അതിൻ്റെ ഡിസൈനിങ്, ആ സാധനങ്ങളൊക്കെ. പിന്നെന്താ അങ്ങനെ അതൊക്കെ പഠിച്ചിട്ട് ഇടയ്ക്ക് ബ്രേക്കും ലഞ്ച് ബ്രേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഒരു 4 മണിയായപ്പോഴത്തേക്ക് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബസ്സൊക്കെ പിടിച്ച് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാത്ത് നിൽക്കുവാണ്. സോ അത്രയുള്ളായിരുന്നു ഇന്നത്തെ ദിവസം. നാളെ കാണാം. ഡിസ്ക്ലെയിമർ: ഇത് കണ്ടിട്ട് അഭിനയമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് തികച്ചും അസ്വാഭാവികം. അങ്ങനെ 2ാമത്തെ ദിവസമായി. ഞങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് കേട്ടോ. എന്തോ ഡ്രസ്സോ ബീമോ കുളം എന്നൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അവിടെ ചുറ്റുപാട് നമ്മളങ്ങനെ അവിടെ ഫുള്ള് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടന്ന് കാണുവാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ റോഡൊക്കെ കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. മഴ പെയ്തിട്ട് അവിടെയൊക്കെ നനഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ നമ്മൾ നിന്നില്ല, ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാട്ടോ താഴെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി നോക്കി. അവിടെ കുറച്ച് എന്താ പറയുക ഹോസ്റ്റലൊക്കെ ഉണ്ട്. മെൻസ് ഹോസ്റ്റൽ, വിമൻസ് ഹോസ്റ്റലൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര കുറേ വർഷങ്ങളായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അതൊക്കെ നിൽക്കുന്ന കാണാനായിട്ട്. അപ്പം നമ്മൾ അതെല്ലാം നോക്കി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. കുറച്ച് സ്ഥലമൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ അന്നത്തെ ദിവസം പോയി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ വിശേഷം. എല്ലാ ദിവസവും എന്താ പറയുക ഈ സ്റ്റാഡിൽ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ കേട്ടോ. നമ്മൾ ഡെയിലി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങും. ഇന്നും സെയിം തന്നെയായിരുന്നു. സാധാരണ എന്താ ചെയ്യുക, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു, പഠിക്കുന്നു, അത് തന്നെയായിരുന്നു ഇന്നും നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം പഠിച്ചു. പിന്നെ നമ്മൾ ഇന്ന് ഫുള്ള് ബോറായിരുന്നു കേട്ടോ, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും മെസ്സിലോട്ട് പോയി. അവിടെയാണ് ഫുഡ് കഴിക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് നമ്മൾ മെസ്സിൽ ഇരുന്ന് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു ഗൈസ്. ഇനി നാളെ കാണാം. ഞാൻ ഏതെങ്കിലും വണ്ടിയും വെള്ളമൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തട്ടെ. ഇപ്പം 4 മണിയായി, 4 മണി കഴിഞ്ഞ് കാണും. അപ്പോൾ ഒരു 6-6:15 ആവും ഞാൻ വീട്ടിൽ എത്താൻ. സോ ഇതെവിടെ സ്ഥലം എന്ന് മനസ്സിലായോ? ഇത് ചവറ പാലമാണ്. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലടാ, സൈഡിൽ കൂടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. അതിൽ കയറാൻ നല്ല പേടിയായിരുന്നു, പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തട്ടെ. ഓക്കെ, ബൈ.
അങ്ങനെ 4th ഡേ ആണ് ഇന്ന് ഞാൻ രാവിലെ വന്നു. അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്തു. അച്ഛൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്. അപ്പം എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. രാവിലെ വന്ന ഉടനെ കുറച്ച് പ്രകൃതി രമണിയൊക്കെ കണ്ട് ചന്ദനമഴ ട്രോളൊക്കെ കണ്ട് കുറേ ചിരിച്ചിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ക്ലാസ് ഒരു ഡേ ആയിരുന്നു അന്ന്. അത് കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേട്ടു. പിന്നെന്താ, എന്നത്തെയും പോലെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ലോഡൊക്കെ കൊടുത്ത് നോക്കുകയാണ്. അപ്പം ശരിക്കും ഞങ്ങൾക്ക് വട്ടെടുക്കുന്നുണ്ട്. കാരണം കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും വട്ടെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പം വൈഫൈ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്ന. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടെ ക്ലാസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ക്ലാസ് കേട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഗൈസ്, ഇന്ന് എന്നെ രാവിലെ കൊണ്ടാക്കിയതും അച്ഛനാണ്, വിളിച്ചോണ്ട് പോയത് അച്ഛനാണ്. സോ എനിക്കിന്ന് ഈസി ആയിരുന്നു. ബസ്സിൽ കയറി കഷ്ടപ്പെടേണ്ട വന്നില്ല. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. നാളെ കാണാം ഗൈസ്. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമായി ഗൈസ്. അപ്പോൾ എങ്ങനെയെങ്കിലും തീർന്ന് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ക്ലാസ്സൊക്കെ കേട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു റിലാക്സേഷന് വേണ്ടി കുറച്ച് നേരം മിസ്റ്റർ ബീൻ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്ന അവന് ഭയങ്കര ആത്മാർത്ഥതയാണെന്ന്. അവൻ എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. സോ നമ്മൾ കുറച്ച് നേരം മിസ്റ്റർ ബീനൊക്കെ കണ്ട് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു പോയി. നമ്മൾ സ്റ്റാഡ് പഠിച്ച് കംപ്ലീറ്റ് പഠിച്ചെന്നല്ലടാ, കുറച്ചൊക്കെ നമുക്ക് അറിയാം. ഇപ്പം എന്തെങ്കിലും തന്നാൽ നമുക്ക് ഡിസൈൻ ചെയ്യാനും ലോഡ് കൊടുക്കാനും ഒക്കെ അറിയാം. അപ്പം നാളെ ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സേഫ്റ്റി ഹെൽമെറ്റും മറ്റു സംഭവങ്ങളും ഒക്കെ തന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇൻറ്റേൺഷിപ്പ് ഒരു വലിയ സാധനമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കുഴപ്പമില്ലടാ, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.